വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. നമ്മൾ ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇൻ ബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. If a plant is continuously self-pollinating through several generations, the fertility of the plant becomes lowers and leads to an infertile condition that's called inbreeding depression. ഒരു പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ജനറേഷൻ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത് സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെർട്ടിലിറ്റി ബിക്കംസ് ലോവർ. അതിൻ്റെ ഫെർട്ടിലിറ്റി ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദിസ് ലീഡ്സ് ടു ആൻ ഇൻഫെർട്ടൈൽ കണ്ടീഷൻ. അപ്പോൾ ഇതുവഴി എന്ത് സംഭവിക്കുന്നു? ഫെർട്ടിലിറ്റി കുറഞ്ഞാൽ അത് ഇൻഫെർട്ടൈൽ കണ്ടീഷനിലോട്ട് അത് ലീഡ് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. Flowering plants have developed many devices to discourage self-pollination. ഈ ഒരു സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻകറേജ് ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യുന്നതിനുമായുള്ള ഒത്തിരി ഡിവൈസുകൾ ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഈ പൊള്ളൻ റിലീസും അതുപോലെ തന്നെ ഈ സ്റ്റിഗ്മയുടെ റിസെപ്റ്റിവിറ്റിയും അത് ആർ നോട്ട് സിൻക്രണൈസ്ഡ്. അത് തമ്മിലൊരു സമന്വയം ഉണ്ടായിരിക്കില്ല. എയ്തർ ദ പൊള്ളൻ ഈസ് റിലീസ്ഡ് ബിഫോർ ദ സ്റ്റിഗ്മ ബിക്കം റിസെപ്റ്റീവ്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റിഗ്മ ഒരു റിസെപ്റ്റീവ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, പൊള്ളൻ റിലീസ്ഡ് ആവുന്നു. അല്ലെങ്കിൽ സ്റ്റിഗ്മ ബിക്കം റിസെപ്റ്റീവ് മച്ച് ബിഫോർ ദ റിലീസ് ഓഫ് പൊള്ളൻ റിലീസ് ആവുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റിഗ്മ കുറച്ചുകൂടി റിസെപ്റ്റീവായിട്ട് മാറുന്നു. ഇൻ സം അതർ സ്പീഷീസ്, ഇനി മറ്റ് ചില സ്പീഷീസുകളാണെങ്കിലോ ദ ആന്തറും അതുപോലെ തന്നെ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. ചിലപ്പോൾ അത് രണ്ടും ഒരു ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ടായിരിക്കും അത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ദാറ്റ്, അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ദ പൊള്ളൻ കനോട്ട് ബിക്കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. അപ്പോൾ ഈ എന്ത് സംഭവിക്കുന്നു, പൊള്ളന് ഈ ഒരു സ്റ്റിഗ്മ, ഈ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദ തേർഡ് ഡിവൈസ് ഈസ് ടു പ്രിവെൻറ്റ് ഇൻബ്രീഡിങ് ഈസ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവ തമ്മിലൊരു പൊരുത്തക്കേട്. സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ അതൊരു ജനറ്റിക് മെക്കാനിസമാണ്. എന്താ ചെയ്യുന്നത്, അതിൽ ഒരു സെൽഫ് പൊള്ളന്, അതായത് ഒരു ഫ്ലവറിലുള്ള സെയിം പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫ്ലവേഴ്സിൽ നിന്നോ ഉള്ള പൊള്ളൻസിനെ എന്ത് ചെയ്യുന്നു, അത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫെർട്ടിലൈസിങ് ഓവ്യൂളിൽ നിന്നും സെൽഫ് പൊള്ളനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ് പൊള്ളൻ ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതും അല്ലെങ്കിൽ പിസ്റ്റൽ ഉള്ള ഈ പൊള്ളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അനദർ ഡിവൈസ്, ഈ ഒരു സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഡിവൈസ് എന്ന് പറയുന്നത് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷനാണ് മറ്റൊരു ഡിവൈസായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പൊള്ളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ. പോളിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് പൊള്ളൻ്റെ ട്രാൻസ്ഫറിനെ അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ റൈറ്റ് ടൈപ്പ്, അതൊരു റൈറ്റ് ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ പിസ്റ്റിൽ ആക്സെപ്റ്റ് ദ പൊള്ളൻ, പിസ്റ്റിൽ ഈ പൊള്ളനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് പ്രൊമോട്ട് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ്, എന്നിട്ട് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ദാറ്റ് ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇഫ് ദ പൊള്ളൻ ഈസ് ഓഫ് ദ വ്രോങ് ടൈപ്പ്, ഇപ്പോൾ പൊള്ളൻ വ്രോങ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പിസ്റ്റിൽ റിജക്ട് ദ പൊള്ളൻ, പിസ്റ്റിൽ ആ പൊള്ളനെ റിജക്റ്റ് ചെയ്യുന്നു. ബൈ പ്രിവെൻറ്റിങ് പൊള്ളൻ ജെർമിനേഷൻ, അതായത് സ്റ്റിഗ്മയിലുള്ള പൊള്ളൻ ജെർമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ ഉള്ള പൊള്ളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുവഴി ഈ ഒരു പൊള്ളനെ പിസ്റ്റിൽ റിജക്റ്റ് ചെയ്യുന്നു. ഒരു പിസ്റ്റലിൻ്റെ എബിലിറ്റി, അതായത് ഈ ഒരു പൊള്ളനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള പിസ്റ്റലിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഡയലോഗ് ബിറ്റ്വീൻ പൊള്ളൻ ഗ്രെയിൻ ആൻഡ് പിസ്റ്റൽ. ഈ ഒരു പൊള്ളൻ ഗ്രെയിനും പിസ്റ്റലും തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡയലോഗ്, അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിസ്റ്റലിന് ഈ പൊള്ളനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്. ദിസ് ഡയലോഗ് ഈസ് മീഡിയേറ്റഡ്. അപ്പോൾ ഈ ഒരു ഡയലോഗിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു പൊള്ളൽ ഉണ്ടാവുന്ന കെമിക്കൽ കമ്പോണൻസും അത് പിസ്റ്റലിൽ ഉള്ള കെമിക്കൽ കമ്പോണൻസായിട്ട് റിയാക്ട് അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നത് വഴിയാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ.
Artificial hybridization is the process of crossing different species or often genera to combine desirable factors to produce commercially superior varieties. എന്താ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഡിഫറെൻറ്റ് സ്പീഷീസിനെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജനറകളെയോ ക്രോസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ടു കമ്പൈൻ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്, അവരുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ടു പ്രൊഡ്യൂസ് കൊമേഴ്ഷ്യലി സുപ്പീരിയർ വെറൈറ്റീസ്, എന്നിട്ട് കൊമേഴ്ഷ്യലി ഒരു സുപ്പീരിയർ ആയിട്ടുള്ള വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. പ്ലാന്റ്സിൽ നമ്മൾ ക്രോസിങ് എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളവിടെ ഈ ഒരു പോളിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു പൊള്ളൻസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഡിസൈഡബിൾ ആയിട്ടുള്ള പൊള്ളൻ ഗ്രൈൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് സ്റ്റിഗ്മ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം കണ്ടാമിനേഷൻ. അതുകൂടാതെ ഈ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പൊള്ളൻസിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണോ എന്നും കൂടി നമ്മൾ ഷുവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് ടെക്നിക്ക്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഈ ഇമാസ്കുലേഷൻ അതുപോലെ തന്നെ ബാഗിങ് ടെക്നിക്സ് ഒക്കെ വഴിയാണ്. ഈ ഒരു ഫീമെയിൽ പാരൻ്റ് ഒരു ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെയാണ് അത് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോർസെപ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലുള്ള ആന്തറിനെ നമ്മൾ ഈ ഫ്ലവർ ബഡിൽ നിന്നും റിമൂവ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസുള്ള ഒരു ബാഗ് കൊണ്ട് കവർ ചെയ്യണം. ജനറലി മെയ്ഡപ്പ് ഓഫ് ബട്ടർ പേപ്പർ. ഈ ഒരു കവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ബട്ടർ പേപ്പർ കൊണ്ട് മെയ്ഡ് ചെയ്തതായിരിക്കണം, ഉണ്ടാക്കിയതായിരിക്കണം. ടു പ്രിവെൻറ്റ്, എന്തിനു വേണ്ടിയിട്ട് നമ്മളതിനെ കവർ ചെയ്യുന്നത്, നമ്മുടെ കണ്ടാമിനേഷൻ, അതായത് സ്റ്റിഗ്മയിൽ ഉള്ള കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള അൺവാണ്ടഡ് പൊള്ളൻസിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാഗിങ്. ഈ ഒരു പ്രോസസ്സിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്. വെൻ സ്റ്റിഗ്മ ഓഫ് ബാഗ്ഡ് ഫ്ലവർ അറ്റൈൻ റിസെപ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്, ഈ ഒരു നമ്മൾ ഈ ബാഗ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ അതിൻ്റെ റിസെപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ മെച്യൂർ പൊള്ളൻ ഗ്രെയിൻസ് കളക്റ്റഡ് ഫ്രം ആന്തേഴ്സ് ഓഫ് ഫീമെയിൽ പാരൻറ്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പൊള്ളൻ ഗ്രെയിൻസിനെ നമ്മൾ ആർ ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ, ഈ ഒരു സ്റ്റിഗ്മയിലോട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ദ ഫ്ലവേഴ്സ് ആർ റീബാഗ്ഡ്, അതിനുശേഷം ഈ ഫ്ലവേഴ്സിനെ റീബാഗ് ചെയ്യുന്നു. ആൻഡ് ഫ്രൂട്ട് അലൗഡ് ടു ഡെവലപ്സ്. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ പറയുന്നത് ഈ ഒരു പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് പിസ്റ്റിലുള്ള സ്റ്റിഗ്മയിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊള്ളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൊള്ളൻ ട്യൂബ് പിന്നീട് ഈ സ്റ്റൈലിലൂടെ ഇലോങ്ങേറ്റഡ് ആയിട്ട് അത് ഈ ഒരു എംബ്രിയോ സാക്കിൻ്റെ സിനർജിഡിൽ എത്തുന്നു. ഇത് ആഫ്റ്റർ എൻ്ററിങ് വൺ ഓഫ് ദി സിനർജിഡ്, ഈ ഒരു വൺ ഓഫ് ദി സിനർജിഡിൽ ഇത് എൻ്റർ ചെയ്തതിന് ശേഷം ഈ പൊള്ളൻ ട്യൂബ് എന്ത് ചെയ്യുന്നു, 2 മെയിൽ ഗാമേറ്റിനെ ഇതിൻ്റെ ഈ ഒരു സിനർജിൻ്റെ സൈറ്റോപ്ലാസത്തിലോട്ട് റിലീസ് ചെയ്യുന്നു. അതിൽ ഒരു മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ഈ എഗ് സെല്ലിൻ്റെ അടുത്തോട്ട് അത് മൂവ് ചെയ്യുന്നു. ആൻഡ് ഫ്യൂസസ് വിത്ത് ഇറ്റ്സ് ന്യൂക്ലിയസ്, അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് അത് ഫ്യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സിൻഗമി അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സെൽ, ദ സൈഗോട്ട്. അങ്ങനെ അത് ഒരു ഡിപ്ലോയിഡ് സെല്ലായിട്ട് ഫോം ചെയ്യുന്നു, അതിനെ നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നു. ഇനി അതിലുള്ള മറ്റേ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് മൂവ്സ് ടുവേഴ്സ് ദ 2 പോളാർ ന്യൂക്ലിയൈ ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ സെല്ല്. നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ സെല്ലിൽ എന്തുണ്ട്, പോളാർ ന്യൂക്ലിയൈ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു പോളാർ ന്യൂക്ലിയയുടെ അടുത്തോട്ട് ഈ ഉള്ള ഒരു മെയിൽ ഗാമേറ്റ് അത് മൂവ് ചെയ്യുന്നു. ആൻഡ് ഫ്യൂസസ് വിത്ത് ദം, അതുമായിട്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷം അതൊരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് പെൻ എന്ന് പറയുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആസ് ദിസ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് 3 ഹാപ്ലോയിഡ്, അതെന്ത് ചെയ്യുന്നു, അത് ഒരു 3 ഹാപ്ലോയിഡിൻ്റെ ഫ്യൂഷൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് ടേംഡ് ആസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇതിന് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നു. സിൻസ് 2 ടൈപ്പ് ഓഫ് ഫ്യൂഷൻ, ഈ 2 ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ സിൻഗമി അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ ടൈപ്പ് പ്ലേസ് ഇൻ ദ എംബ്രിയോ സാക്ക്. ഇത് നടക്കുന്നത് എംബ്രിയോ സാക്കിലാണ്. ദ ഫിനോമിനോൺ ഈസ് ടേംഡ് ഡബിൾ പെനട്രേഷൻ. അതിനെയാണ് നമ്മൾ ഡബിൾ പെനട്രേഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷന് ശേഷം ഈ ഒരു സെൻട്രൽ സെൽ എന്ന് പറയുന്നത് ദാറ്റ് ബിക്കംസ് പ്രൈമറി എൻഡോസ്പോം സെല്ല് PEC പെക് ആയിട്ട് മാറുന്നു. ആൻഡ് ഡെവലപ്പ് ഇൻ ടു ദ എൻഡോസ്പോം
while the zygote develops into an embryo. എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് പറയുന്നത് പിന്നീട് എൻഡോസ്പേം ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തത് അതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. എൻഡോസ്പേമിൻ്റെ ടിഷ്യൂ സെല്ലുകളിൽ നിറയെ ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും. അത് ഈ ഡെവലപ്പിംഗ് എംബ്രിയോസിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ എൻഡോസ്പേം ഡെവലപ്മെൻറ്റിൽ പെൻ എന്ന് പറയുന്നത്, അതായത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അണ്ടർഗോ സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻ, അതിന് ഒത്തിരി ന്യൂക്ലിയർ ഡിവിഷൻസ് സംഭവിക്കുന്നു. ആൻഡ് ഗീവ് റൈസ് ടു ഫ്രീ ന്യൂക്ലിയേ. എൻഡോസ്പേം ഡെവലപ്മെൻറ്റിലുള്ള ഈ ഒരു സ്റ്റേജിനെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സ്റ്റേജിനെ എന്താ വിളിക്കുന്നത്? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ് വിളിക്കുന്നത്. സബ്സിക്വൻ്റ്ലി സെൽ വോൾ ഫോർമേഷൻ ഒക്കേഴ്സ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഫ്രീ ന്യൂക്ലിയസ് ഒക്കെ വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? സെൽ വോൾ ഫോർമേഷനൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ ദ എൻഡോസ്പേം ബിക്കം സെല്ലുലർ. എൻഡോസ്പേം സെല്ലുലറായിട്ട് മാറുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കോക്കനറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ദ വാട്ടർ റെപ്രസെൻറ്റ് ദ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. വാട്ടറാണ് അവിടെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ കേർണൽസ് റെപ്രസെൻറ്റ് സെല്ലുലർ എൻഡോസ്പേം. അങ്ങനെ അതിലുള്ള കേർണലാണ് എന്ത് സംഭവിക്കുന്നത്? എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സെല്ലുലർ എൻഡോസ്പേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പീസ്, ബീൻസ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട് ഇങ്ങനെയുള്ളതിലാണെങ്കിൽ ഒരു സീഡ് മെച്ചുറേഷന് മുമ്പായി തന്നെ ഈ ഡെവലപ്പിംഗ് എംബ്രിയോ അതിൻ്റെ എൻഡോസ്പേമിനെ അത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാസ്റ്റർ, അതുപോലെ കോക്കനട്ട് ഇവയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇത് അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ പെർസിസ്റ്റ് ഇൻ ദ മെച്ചുവർ സീഡ് ആൻഡ് ബി യൂസ്ഡ് അപ്പ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. അത് സീഡ് ജെർമിനേഷൻ്റെ സമയത്ത് അത് യൂസ് ചെയ്യുന്നുണ്ട്. എംബ്രിയോ ഡെവലപ്പ് അറ്റ് ദ മൈക്രോപൈലർ എൻഡ് ഓഫ് ദ എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലർ എൻഡിലാണ് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് എവിടെയാണോ ഈ ഒരു സൈക്കോട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്താണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ദേ ആർ 2 ടൈപ്സ്. 2 തരത്തിലുള്ള എംബ്രിയോസ് ആണുള്ളത്. ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ ആൻഡ് മോണോകോട്ടിലിഡൻസ് എംബ്രിയോ. ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ അതിലെന്താ പറയുന്നത്? ഈ ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോയിലാണെങ്കിൽ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ്. ഒരു എംബ്രിയോണൽ ആക്സിസും അതുപോലെ തന്നെ 2 കോട്ടിലിഡൻസുമാണ് അതിൽ ഉണ്ടായിരിക്കുക. എബോവ് ദ കോട്ടിലിഡൻ ആയിട്ട് വരുന്ന എംബ്രിയോണൽ ആക്സിസിൻ്റെ ഒരു പോർഷനാണ് എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്, വിച്ച് ടെർമിനേറ്റ് വിത്ത് ദ പ്ലൂമ്യൂൾ ഓർ സ്റ്റെം ടിപ്പ്. ഒരു സിലിണ്ട്രിക്കൽ പോർഷൻ ബിലോ ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ, ഈ കോട്ടിലിഡൻ്റെ താഴെയായിട്ട് വരുന്ന ഒരു സിലിണ്ട്രിക്കൽ പോർഷനാണ് നമ്മൾ ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നത്. ദാറ്റ് ടെർമിനേറ്റ് അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ് ഇൻ ദ റാഡിക്കൽ ഓർ റൂട്ട് ടിപ്പ്. ദ റൂട്ട് ടിപ്പ് ഈസ് കവേർഡ് വിത്ത് ദ റൂട്ട് ക്യാപ്പ്. ഈ ടിപ്പിനെ കവർ ചെയ്തിട്ട് റൂട്ട് ക്യാപ്പ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് മോണോകോട്ടിലിഡൻസ് എംബ്രിയോസിൽ എന്താ നോക്കാം. എംബ്രിയോസ് ഓഫ് മോണോകോട്ടിലിഡൻസ് പോസസ് ഓൺലി 1 കോട്ടിലിഡൻ. ഇതിൽ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് മോണോകോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഗ്രാസ് ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ടിലിഡൻസ് ഈസ് കോൾഡ് സ്ക്യൂട്ടല്ലം എന്നാണ് ഈ ഒരു കോട്ടിലിഡൻസിനെ വിളിക്കുന്നത്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടുവേർഡ്സ് 1 സൈഡ് ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ്. ഈ എംബ്രിയോണൽ ആക്സിസിൻ്റെ 1 സൈഡിലായിട്ടാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ ലോവർ എൻഡിലാണെങ്കിൽ ഈ എംബ്രിയോണൽ ആക്സിസ് ഹാസ് എ റാഡിക്കൽ. ഇതിലെന്താണ്? ഈ ഒരു എംബ്രിയോണൽ ആക്സിസിൻ്റെ ലോവർ എൻഡിലായിട്ട് റാഡിക്കൽ കാണപ്പെടുന്നു. അതുപോലെ റൂട്ട് ക്യാപ്പ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ആൻ അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് കോൾഡ് ഓലിയോറൈസ. അതായത് റൂട്ട് ക്യാപ്പ് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ് കൊണ്ടാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അതിനെയാണ് നമ്മൾ കോളിയോറൈസ എന്ന് പറയുന്നത്. ദ പോർഷൻ ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ് എബോവ് ദ ലെവൽ ഓഫ് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്ക്യൂട്ടെല്ലം ഈസ് ദ എപ്പികോട്ടൈൽ. എപ്പികോട്ടൈലിന് ഒരു ഷൂട്ട് അപ്പെക്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഫ്യൂ ലീഫ് പ്രൈമോർഡിയ എൻക്ലോസ്ഡ് ഇൻ എൻ ഹോളോ ഫോളിയർ സ്ട്രക്ചർ. കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സീഡാണ്. എ സീഡ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ്, സീഡിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു സീഡ് കോട്ട് ഉണ്ടായിരിക്കും, കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും, ആൻഡ് എൻ എംബ്രിയോ ആക്സിസ്, ഒരു എംബ്രിയോ ആക്സിസും ഉണ്ടായിരിക്കും. ഒരു മെച്യൂർ സീഡ് എന്ന് പറയുന്നത് മേ ബി നോൺ ആൽബുമിനസ് ഓർ എക്സ് ആൽബുമിനസ് ആയിരിക്കും. നോൺ ആൽബുമിനസ് സീഡ് എന്ന് വെച്ചാൽ ഹാവ് നോ റെസിഡ്യൂവൽ എൻഡോസ്പേം. അതിനൊരു എൻഡോസ്പേം ഉണ്ടായിരിക്കില്ല കേട്ടോ. ആസ് ഇറ്റ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അതായത് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ
തന്നെ അത് ടോട്ടലി കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയിട്ടുണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് പീയും അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ടും. ഇനി എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ ആൽബുമിനസ് സീഡുകൾ എന്ന് വെച്ചാൽ റീറ്റെയിൻ ദ പാർട്ട് ഓഫ് എൻഡോസ്പേം, അതായത് അത് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സമയത്ത് അത് മുഴുവനായിട്ടും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എക്സാമ്പിൾ പറയുന്നത് വീറ്റ്, മൈസ്, ബാർലി, അതുപോലെ തന്നെ കാസ്റ്റർ. ഓവ്യൂള് സീഡുകളായിട്ടും ഓവറി ഫ്രൂട്ട്സായിട്ടാണ് മാറുന്നത്. അതായത് ഈ ഒരു ഓവ്യൂള് സീഡായി മാറുന്നതും ഓവറി ഫ്രൂട്ടായി മാറുന്നതും അത് സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഓവറിയുടെ വോൾ എന്ന് പറയുന്നത് അത് ഈ ഫ്രൂട്ടിൻ്റെ വോളായിട്ടാണ് മാറുന്നത്. അതിനെ നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നു. കാഷ്യൂ, അതുപോലെ സ്ട്രോബെറി, ആപ്പിൾസ് പോലുള്ള ചില സ്പീഷീസുകളിലാണെങ്കിൽ ഈ തലാമസ് എന്ന് പറയുന്നതും ഈ ഫ്രൂട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക ഫ്രൂട്ട്സുകളും ഫോം ചെയ്യുന്നത് അതിൻ്റെ ഓവറിയിൽ നിന്നാണ്. അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെയാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ സ്പീഷീസുകളിലും ഫ്രൂട്ട് ആർ ദ റിസൾട്ട് ഓഫ് ദ ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട് എന്ന് പറയുന്നത് ആ ഒരു ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്നതാണ്. ദർ ആർ എ ഫ്യൂ സ്പീഷീസ് ഇൻ വിച്ച് ഫ്രൂട്ട്സ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ചില സ്പീഷീസുകളിലാണെങ്കിൽ ഫ്രൂട്ട്സ് ഫെർട്ടിലൈസേഷൻ നടക്കാതെയും ഫ്രൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഫ്രൂട്ടുകളെയാണ് നമ്മൾ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ബനാന എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിളാണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് ബനാന എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. ജനറലി ഈ സീഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ചില ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ടുള്ള ആസ്റ്ററേഷ്യ, അതുപോലെ തന്നെ ഗ്രാസസ്, അപ്പോൾ ഇതിൻ്റെ ചില സ്പീഷീസുകളിൽ ഹാവ് ഇൻവോൾവ്ഡ് എ സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഈ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോമിക്സിസ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. There are several ways of development of apomictic seeds. In some species, ചില സ്പീഷീസിലാണെങ്കിൽ the diploid egg cells is formed without the reduction division and develops into embryo without fertilization. അതായത് ചില സ്പീഷീസുകളിൽ ആണെങ്കിൽ ഡിപ്ലോയിഡ് എഗ് സെല്ലുകൾ ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ തന്നെ എഗ് സെല്ലുകൾ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെവലപ്പ് ഇൻ ടു എൻ എംബ്രിയോ, അത് എന്നിട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നു. അതായത് അവിടെയും അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല. മോർ ഓഫൺ ഇൻ മെനി സിട്രസ്, മാംഗോ, മൈസ്, കിവി വെറൈറ്റീസിലൊക്കെ സം ഓഫ് ദ ന്യൂക്ലിയർ സെൽസ് സറൗണ്ടിങ് ദ എംബ്രിയോ സാക്ക് സ്റ്റാർട്ട് ഡിവൈഡിങ്, protrude into the embryo sac and develop into embryos. ചില സ്പീഷീസുകളിലാണെങ്കിൽ ഈച്ച് ഓവ്യൂൾ കണ്ടെയ്ൻ മെനി എംബ്രിയോസ്. ഓരോ ഓവ്യൂളുകളിലും ഒത്തിരി എംബ്രിയോസ് ഉണ്ടായിരിക്കും. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ആസ് പോളി എംബ്രിയോണി. അതിനെയാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്.